ഹലോ, വെൽക്കം ബാക്ക്. സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഇത് മതിയാക്ക്, ഇനി ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കൂ എന്ന് പറയുന്നവരോട് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പൊക്കോളൂ. എനിക്കങ്ങനെ പാതി വഴിയിലിട്ടിട്ട് പോകാൻ പറ്റില്ല. എന്താണോ നമ്മൾ വിചാരിച്ചത്, അത് നിയന്ത്രിക്കേണ്ടവർ, അത് സ്റ്റോപ്പ് ചെയ്യേണ്ടവർ അവിടെ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മൾ വഴി തെളിച്ചു കൊടുക്കുന്ന, ലൈസൻസ് കൊടുക്കുന്ന ഒരു പ്രവൃത്തിയായി പോകും. എന്ത് ചെയ്താലും കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ആളുകൾ ഇട്ടിട്ട് പൊക്കോളും. അവരത് മറക്കും, അവരവരുടെ പാടിന് പോകും. പിന്നെ എനിക്ക് പഴയതുപോലെ തന്നെ തുടരാം, പിന്നെ എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു ലൈസൻസ് ആയിരിക്കും അത്. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല. അത് ഞാൻ എന്തിനാണോ ഇറങ്ങിയത് ആ ലക്ഷ്യത്തിലെത്താതെ ഞാൻ എന്തായാലും പിന്മാറില്ല. കേട്ട് കാണും കഴിഞ്ഞ ദിവസം ഇരുന്ന് കള്ളങ്ങൾ തന്നെ വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രത്തോളം കള്ളം പറയാൻ പറ്റുന്നത്? നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്, എല്ലാവരും കാണുകയും കേൾക്കുകയും അതിനെപ്പറ്റി വിമർശിക്കുകയും ഒക്കെ ചെയ്ത കാര്യമാണ് ഇയാൾ വിളിച്ചു പറഞ്ഞ, സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞതും മെസ്സേജ് ഇട്ടുന്ന പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്യും കേട്ടോ. കമൻറ്റ് ഇടുന്നതൊക്കെ ഞാനിട്ട കമൻറ്റുകളൊക്കെ എന്നൊക്കെ റിപ്ലൈ തന്നിട്ടുണ്ട്, എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ആ കമൻറ്റ് കാണാറില്ല, റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ അതുപോലെ തന്നെ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ മുക്കാറുണ്ട്. കുറച്ച് അത് ശരിയല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ അത് അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ച് നാണം കെടുത്തേണ്ടവരെല്ലാം നാണം കെടുത്തി കഴിയുമ്പോൾ അയാളത് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ഒരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും, തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് ഇയാൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു. എവിടെയൊക്കെ കൊണ്ടുപോയി ഹൈഡ് ചെയ്താലും ഇതൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ എടുക്കാൻ തന്നെ പറ്റും. പിന്നെ ഒരു കുറച്ച് കമൻസ് ഇവൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലെല്ലാം തന്നെ കിടപ്പുണ്ട്. എൻ്റെ കയ്യിൽ കുറേ കമൻസ് കിടക്കുന്നുണ്ട് കേട്ടോ, സ്ക്രീൻഷോട്ട് എടുത്തത്. അപ്പം ഇതൊക്കെ ഒന്ന് നോക്കിയൊക്കെ നമ്മൾ ഈ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമല്ലോ. ഇത് നോക്കിയെടുക്കണമെങ്കിലൊക്കെ കുറച്ച് സമയം ആവശ്യമാണ്. പിന്നെ എല്ലാത്തിനുമുള്ള തെളിവുകളായിട്ട് ഇവനൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയല്ലേ, ഞാനങ്ങനെ പറയുമോ എന്നൊക്കെ ചോദിച്ചതിനുള്ള തെളിവുകളായിട്ട് സ്വന്തം വീട്ടുകാരെ ഏതെല്ലാം രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായിട്ടുള്ള ഒരു കുറച്ച് കമൻസ് ഞാനിവിടെ ഇട്ടേക്കാം. പിന്നെ ഇവൻ പറഞ്ഞ് ഇപ്പോഴും അമ്മ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അടിമയാണെന്നാണ് ഇവൻ്റെ വിചാരം. ഏതൊരു വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ അവർക്ക് നല്ലത്, അവർക്ക് ശരി എന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് നേരെ അവർ പ്രതികരിച്ചാലും അവരൊരു കമൻ്റ് ഇട്ടാലും ഉടനെ തന്നെ അവൻ്റെ ആ ഫേസിലെ ആ ഒരു ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര ക്രൂലായിട്ട് നീ അങ്ങ് കമൻ്റ് ഇട്ടോ, നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നുള്ള കാര്യം. ഇവൻ്റെ അടിമയാണ് അവർ എന്നുള്ളതാണ് ഇവൻ്റെ ധാരണ. അവർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്കൊരു വിഷയം കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു കമൻറ്റ് കൊടുക്കുന്നതിനോ ഇവൻ്റെ അനുവാദം വേണ്ട. ഇവൻ ലോകത്ത് കണ്ടിട്ടുള്ള ഇതൊരു തരം സൈക്കോ സ്വഭാവമാണ്. ലോകത്ത് കണ്ടിട്ടുള്ള ഒരേ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഇവൻ്റെ ഭാര്യ മാത്രമാണ്. അവരെ മാത്രമേ എല്ലാവരും നല്ലത് പറയാവൂ, അവരെ മാത്രമേ സ്നേഹിക്കാവുള്ളൂ, അവരെ മാത്രമേ പൊക്കി പിടിക്കാവുള്ളൂ. എവിടെ അത് ചെയ്യുന്നോ എവിടെ അവർക്കുള്ള അംഗീകാരം കുറച്ച് കുറഞ്ഞു പോകുന്നോ അവിടെ ഇവൻ ഓപ്പോസിറ്റ് ആളുകളെ ഏതെല്ലാം രീതിയിൽ നാണം കെടുത്താവോ ആ രീതിയിൽ ഇവൻ ചെയ്യും. അതിൻ്റെ ഉദാഹരണമാണ് ഇവൻ്റെ അമ്മാവനെതിരെ ചെയ്തൊരു വീഡിയോ. അത് കുറച്ച് പേർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് പോലെ ഇട്ട കമൻറ്റ്. ഓക്കെ, എന്തിനാണ് അത്ര വലിയ, ഞാൻ ആ കമൻറ്റ് ഇവിടെ ഇട്ടേക്കാം, നിങ്ങൾ വായിച്ചു നോക്കണേ. എന്തിനാണ് അത്ര വലിയ വൃത്തികേട് പറഞ്ഞവൻ ആ കമൻറ്റ് ഇട്ടേക്കുന്നത്? ഒരു ബയോളജിക്കൽ ഇഷ്യൂ പോലും സംസാര വിഷയമായിട്ടുണ്ടോ ആയിട്ടില്ലയോ എന്ന് നമുക്കറിയില്ല. അതുവരെയും പറഞ്ഞിട്ട് ആ കുടുംബത്തെ അവൻ നാണം കെടുത്താൻ ശ്രമിച്ചു. നമ്മുടെയൊക്കെ എല്ലാവരുടെയും കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, ആരും ഒരു കുടുംബമില്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് അല്ലേ? എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ എല്ലാവരുടെയും കുടുംബത്തിലുണ്ടാവും. ഇപ്പോൾ ഇവരുടെ അമ്മാവൻ്റെ വീട്ടിൽ തന്നെയാണെങ്കിലും ആ കുട്ടികൾ എത്ര നന്നായിട്ടാണ് വളരുന്നത്. മറ്റുള്ളവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്ര നന്നായിട്ട് ആ കുട്ടികൾ പഠിക്കുകയും പുറത്ത് പോയി ജോലി ചെയ്യുകയും ഒരു വീട് വയ്ക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഇവരെ വിളിച്ചില്ല എന്നുള്ളതാണ് ആ ഒരു നിസാര കാര്യമുള്ളൂ. ഇവന് ഫസ്റ്റ് തന്നെ കയറി താമസത്തിന് ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവരെ വിളിച്ചില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഒരുപാട് കഷ്ടപ്പെട്ട് വെച്ച ഒരു വീടാണ്. പണ്ടത്തെ വീടൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഇവനെവിടെ പോയാലും ഈ മാൻഡ്രേക്കിൻ്റെ പ്രതിമയായിട്ടാണ് പോകത്തുള്ളല്ലോ. ഫസ്റ്റ് തന്നെ ആ പ്രതിമ അങ്ങോട്ട് കയറ്റാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും മേ ബി. ഇത് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ, അത് പറഞ്ഞതാട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ വിഷയം വെച്ചിട്ട് ഇവൻ അവരെ എത്രത്തോളം നെഗറ്റീവായിട്ട് കാണിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ മെസ്സേജ്. ആ ഒരൊറ്റ മെസ്സേജ് മതി ഇവൻ എത്ര കാലം ശിക്ഷിക്കപ്പെടാമെന്നറിയാവും. മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ കളിക്കുന്ന ഇവൻ
എത്ര കാലത്തേക്ക് അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ടെന്നറിയാവോ അത് അവരെ തികച്ചും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവർ തികച്ചും പേഴ്സണലായിട്ട് ബാധിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ കുടുംബക്കാർ തമ്മിൽ ചർച്ച ചെയ്ത കാര്യമാണ്. ഇപ്പോൾ ഒരുത്തൻ കണ്ട് ഒരാളെ ഒരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പേഴ്സണൽ ഇഷ്യൂസ് പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ സ്വകാര്യ സംഭാഷണങ്ങൾ ചോർത്തിയെന്ന് പറഞ്ഞിട്ട്. ഇത് തന്നെയാണ്, ആ ക്രൈം തന്നെയാണ് ഇവിടെ ഇവനും ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവൻ്റെ രണ്ടാം അച്ഛനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന 3 കെട്ടിയതെന്ന് തൊട്ടിട്ട് ആ ഭാര്യ ഇവരുടെ ഭാര്യ അങ്ങനെ മരിച്ചു ഇങ്ങനെ മരിച്ചു മറ്റേ ചെയ്ത് മറിച്ചെന്ന് ആ കമൻറ്റ് ഞാനിവിടെ ഇട്ടേക്കാം. അമ്മയെ അഭിസംബോധന ചെയ്തതാണ് ഒരിടത്ത്. അമ്പിളി ചേച്ചിയുടെ അച്ഛൻ്റെ 3ാം ഭാര്യ, അമ്പിളി ചേച്ചിയുടെ അച്ഛൻ്റെ 3ാം ഭാര്യ സ്വന്തം അമ്മയാണ്. അമ്മ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് ഇന്നലെ ഇവൻ പറഞ്ഞു. അവൻ പറഞ്ഞ ലാംഗ്വേജ് അതാണ്, ഉപയോഗിച്ച ലാംഗ്വേജ് അതാണ്. അപ്പോൾ അവൻ പറയായിരിക്കും അത് സത്യമാണെന്ന്. സത്യമാണെങ്കിൽ അത് തീർത്തും അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണോ, തൻ്റെ കാര്യമല്ല, തൻ്റെ പേഴ്സണൽ ഇഷ്യൂ അല്ല. ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലാണ്. അത് ഇനിയിപ്പം ഭാര്യയല്ല, അമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, അമ്മാവനല്ല, ആരെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടെ പ്രൈവസി ഉണ്ട്. അത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ്. ഒന്നും അല്ലെങ്കിൽ താൻ നന്നായിട്ടൊരു ഫുഡ് കഴിച്ചതും നല്ലതുപോലെ ജീവിച്ചതും ഈ ഒരു അച്ഛൻ വന്നു കഴിഞ്ഞിട്ടാണെന്ന് താൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു അച്ഛനെയാണ് താൻ ഇത്ര രീതിയിൽ, ഇത്ര വൃത്തികെട്ട രീതിയിൽ ഇകഴ്ത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. മെസ്സേജുകൾ എത്ര മെസ്സേജ് താനിട്ടു അദ്ദേഹത്തിനെതിരെ. അതിലൊക്കെ തൻ്റെ അമ്മയെ തന്നെ അമ്മ എന്നല്ല വിളിച്ചേക്കുന്നത്. ആ സ്ത്രീ ഇതിൽ തന്നെ ഞാനിടുന്ന ആ ഒരു കമൻറ്റിൽ തന്നെ നോക്കണം, ആ പുതിയ റാണി, പുതിയ ഭാര്യ എന്നൊക്കെ ഉള്ള രീതിയിലാണ് അഭിസംബോധന ചെയ്തേക്കുന്നത്. അപ്പോൾ പല മെസ്സേജസും താൻ കൂടുതലും വരമൊഴിയായിട്ടല്ല പറഞ്ഞേക്കുന്നത്, വാമൊഴിയായിട്ടാണ്, മീൻസ് വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പല വീഡിയോസും ഞങ്ങളെല്ലാവരും കണ്ട എല്ലാ വീഡിയോസും തന്നെ പലരുടെയും കൈവശമായിട്ടുള്ളതുമാണ്. സമയത്തിൻ്റെ കുറവ് കാരണവും ഇവിടെ ഞങ്ങളെല്ലാവരും പൊതുജനങ്ങൾ കണ്ടതാണ് എന്നുള്ള ഒരു കാരണങ്ങൾ കൊണ്ടും എല്ലാം കൂടെ പ്ലേ ചെയ്യുന്നൊന്നുമില്ല, എല്ലാം കാണിക്കുന്നില്ല. ഈ ഒരു കാര്യം വിവരമുള്ളവർക്ക് ഈ ഒരു മെസ്സേജ് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇനി ഇവനെപ്പറ്റി ഒന്നും അറിയാത്തവർക്ക്, ഇവൻ പറയുന്നത് സത്യമാണെന്നെങ്കിലും വെറുതെയെങ്കിലും വിചാരിച്ചു പോകുന്ന പുതുതായിട്ട് കാണുന്ന ആളുകൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് സ്വന്തം വീട്ടിലെ ആളുകളെ ഇവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ സ്വന്തം പെങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കാര്യവും ഇതിനകത്ത് പറയുന്നുണ്ട്. മൊബൈൽ മോഷ്ടിച്ചെന്നോ കാമുകനെ വിളിക്കാൻ വേണ്ടിയിട്ടൊന്നോ ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ലടോ. ഇതൊക്കെ എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കാമുകൻ ഉണ്ടാകുക, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഫെയർ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നതൊക്കെ ഉള്ള കാര്യമാണ്. ഇന്നൊക്കെ സർവ്വസാധാരണമായ കാര്യമാണ്. കൊച്ചു മോഷണങ്ങൾ, പെൻസിൽ മോഷ്ടിച്ചു, പേന മോഷ്ടിച്ചു, LKG പഠിക്കുമ്പോൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത് കുട്ടികൾ കാണിക്കുന്ന ചെറിയ ചെറിയ കുറിപ്പുകളാണ്. എന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ, എല്ലാവരുടെയും വീടുകളിൽ നടന്നിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ പേരൻസും നമ്മുടെ ബ്രദറും എന്താ ചെയ്യുന്നത്, അതിൻ്റേതായ രീതിയിൽ ഇനി ഒരു വലിയൊരു ഇഷ്യൂ നടന്നെന്ന് വെക്ക്, നമ്മുടെ ബ്രദർ എന്താ ചെയ്യുന്നത്, അതിനെ മാക്സിമം മറ്റുള്ളവരെ അറിയിക്കാത്ത തൻ്റെ പെങ്ങളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. ഇവൻ അങ്ങനെയല്ല, ഈ ലോകത്ത് ഇവൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നെന്ന് കാണിക്കുന്നത്. ഇത് അഭിനയമാണ്. മുമ്പ് ആരോ പറഞ്ഞതുപോലെ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള പ്രഹസനമാണ്. എന്നാൽ തന്നെ ഇവൻ പറയുന്നത് കാണിക്കുന്ന ഒരേ ഒരു സ്ത്രീ ഇവൻ്റെ പാര എന്ന് പറയുന്ന സംഭവമാണ്. ആ പാര മറ്റുള്ളവർക്കെല്ലാം പാരയായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അവരും ചെയ്ത് ഇത് തന്നെയാണ്. പേഴ്സണൽ ഒരു വീട്ടിൽ കയറിയിട്ട് അവിടെയുള്ള അവർ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യം ഉൾപ്പെടെ സർവ്വത്ര റെക്കോർഡ് ചെയ്യുകയാണ്. ഇത് ആവശ്യത്തിനാണ്, കാര്യത്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് പറയുന്നവരോടാണ് ഞാൻ പറയില്ല, പെൺകുട്ടി പ്രസവിച്ച് കിടന്നപ്പോൾ ഒരു പാല് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു വിഷയം. അതൊരു അയൽവക്കക്കാരി വന്നേ പിന്നെ പാല് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ആ കാര്യം ഇവള് സ്നേഹപൂർവ്വം ഫോൺ ചെയ്ത് ആ ഒരു വിഷയം ഇവള് സ്നേഹപൂർവ്വം ആ പെൺകുട്ടിയെ ഫോൺ ചെയ്ത് ഇന്ന ആൾ വന്നതുകൊണ്ട് കുട്ടി പാല് കുടിക്കുന്നില്ല എന്ന് പറയുന്നത് ഇവള് റെക്കോർഡ് ചെയ്ത് ഇവള് പബ്ലിക്കാക്കി. ഇവളുടെ എന്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്? അതായത് അയൽവക്കക്കാർ വരെ ഇവരെ വെറുക്കണം, ഈ വീട്ടുകാരെ വെറുക്കണം, അതിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ യൂട്യൂബറെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ എത്ര തന്നെ വലിയ കുറ്റമാണെന്നറിയുമോ? ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ കയറിയിട്ട് അതിലെ എല്ലാ രഹസ്യങ്ങളും എടുത്തിട്ട് അത് പുറത്തേക്ക് വിടുക, അത് വളരെ വലിയ തെറ്റ് തന്നെയാണ്. അത് തന്നെയാണ് അവൻ അന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സെൽഫായിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ തോന്നിവാസങ്ങളും കാണിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയൊന്നും ഈ ഓപ്പോസിറ്റ് ആളുകൾ ഒന്നും പ്രതികരിക്കില്ല. കാര്യം പ്രതികരിച്ചാൽ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല, സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയാൽ ശരിക്കും ഇവൻ നല്ല പോലെ ഇവൻ ശിക്ഷ അനുഭവിക്കേണ്ട വകുപ്പുകൾ തന്നെയാണിത്.
പക്ഷേ അവരൊക്കെ അവരുടെ ജീവിതമായിട്ട് സൈലൻ്റായിട്ട് സ്വൈര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇവൻ നിർത്താനുള്ള ഭാവം ഇവനില്ല. ഇവനിപ്പം ജാമ്യം എടുക്കുന്നതാണ്. ഞാൻ ഇവിടുന്ന് മിണ്ടാതെ പോയി കഴിഞ്ഞാൽ, ഇതിപ്പോൾ ആദ്യ വഴി കിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത് ഇവനുള്ള ലൈസൻസാണ്. കാര്യം വേറെ ആരും ഇതിനെതിരെ ഒന്നും മിണ്ടില്ല, പ്രതികരിക്കില്ല. എത്ര വൃത്തികേടുകൾ ഇവൻ കാണിച്ചാലും, ഇവൻ്റെ ഭാര്യയും കൂടെ വോയിസ് റെക്കോർഡുകളുമായിട്ട് നടന്നാലും ഇവന് വേറെ ആരും ഇതിനെതിരെ പ്രതികരിക്കില്ല. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടേക്കുന്നവരെ പറ്റിയിട്ട് ഓരോരുത്തരെയായിട്ട് ഹാജര് വിളിച്ച് ഇവൻ പറയുന്നു. അവരുടെ കമൻസൊക്കെ എല്ലാവരും നോക്കട്ടെ. അവർ വേണ്ടാത്ത ഒരു വൃത്തികേടായ രീതിയിൽ ഒരു കമൻറ്റും അവരിട്ടിട്ടില്ല. അതേസമയം ഇവൻ്റെ വീഡിയോയ്ക്ക് താഴെ പോയി നോക്കട്ടെ എല്ലാവരും. ഇട്ടേക്കുന്ന കമൻറ്റിൻ്റെ നിലവാരം കാണുമ്പോൾ അറിയാം ഏത് തരത്തിലുള്ള ആളുകളാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. എല്ലാം ഒരു കുറച്ച് കമൻറ്റ് ഒഴിച്ചാൽ ബാക്കി എല്ലാ കമൻറ്റും കാണുമ്പം ഇവൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്ന ആളുകളുടെ നിലവാരം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇവൻ്റെ രണ്ടാം അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ എത്ര നന്നായിട്ട് അദ്ദേഹം ഇവനെയൊക്കെ നോക്കിയതാണ്. ഈ മക്കളെ ഇപ്പോൾ സ്വന്തം മകളെ നോക്കുന്നില്ല എന്നുള്ളൊരു അലിഗേഷനാണ് ഉന്നയിക്കുന്നത്. പെങ്ങളെ നോക്കാനാന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്കുള്ള പോക്കുണ്ടല്ലോ, വീഡിയോ ചെയ്യാനായിട്ടല്ലാതെ എന്തെങ്കിലും ഇയാൾ ചെയ്യുന്നുണ്ടോ? ഒരു പോക്ക് പോകുന്നുണ്ടെങ്കിൽ, ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഇവനുണ്ടാകുന്നുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം എന്തോ ആണെന്ന് തോന്നുന്നു, ഒരു സ്കൂൾ ബാഗ് മേടിച്ചു കൊടുത്തത് 3 വീഡിയോ എന്തോ ഇട്ടു. മേടിക്കാൻ പോകുന്നത്, പിന്നെ തിരിച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്, പെൻസിൽ തൊട്ട് പേന തൊട്ട് ഓരോന്ന് എടുത്ത് ഇന്നത് ഞാൻ ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു. അപ്പോൾ ഇതിൽ ആർക്കാണ് ലാഭം? ഇത് മനസ്സിലാക്കിയാൽ ഒരച്ഛനൊരു മകളെ സ്നേഹിക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി ആയിരിക്കില്ല. അവരവിടെ പോകാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് അത്രയും വലിയ ഒരു മാനസിക സമ്മർദ്ദം, പ്രഷർ, ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവണം. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെയും ഇവരെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും പലവിധമായ കേസുകളും കൂട്ടങ്ങളും വൃത്തികേടുകളും പറഞ്ഞിട്ടുണ്ടാവണം. ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇവൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ പറയുന്ന വ്യക്തിയുടെ പേരിൽ നിന്ന് ഇവൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. ഇതൊന്നും ഉണ്ടാവാതെയാണ് ഇത്ര വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രം ചെകഞ്ഞെടുത്ത് മുഴുവൻ എസ്സേ പോലെ ഇവൻ ഈ മെസ്സേജ് ഇട്ടേക്കുന്നത്. ഇതിലും വലിയൊക്കെ തെളിവുകൾ എന്താ വേണ്ടത്? ഇതിലും വലിയ തെറ്റെന്താ ഉള്ളത്? ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇത്രയധികം കളിക്കുന്നതിലും വലിയ തെറ്റ് എല്ലാവർക്കും, ഈ പറയുന്ന എല്ലാ വ്യക്തികളും കൂടെ പ്രതികരിച്ചാലുണ്ടല്ലോ ഇവന് ഇതുപോലെ വന്നിരുന്ന് കുറ്റം പറയാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ പാവങ്ങളായിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. അവരൊക്കെ പ്രതികരണശേഷി ഇല്ലാഞ്ഞിട്ടല്ല, എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരുത്തരുടെ പേഴ്സണൽ ലൈഫും കൊണ്ട് ഇങ്ങനെ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് A to Z വിശദീകരിക്കാനുള്ള അധികാരം ആർക്കും ഇല്ല. അത് പബ്ലിക്കിൽ ഇട്ട് കഴിയുമ്പോൾ പബ്ലിക് എടുത്ത് വിമർശിക്കുന്നതാണ് പ്രശ്നം എന്നാണ് ഓരോരുത്തർ പറയുന്നത്. പബ്ലിക്കിൽ ഇട്ട് കൊടുത്താൽ പബ്ലിക്കിനെ വിമർശിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇത് ഞോണ്ടിയെടുക്കുന്നവരാണ്, ചെന്ന് ചെകഞ്ഞ് ചോദിച്ച് ഞോണ്ടിയെടുക്കുന്നവരാണ് തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാര്യം ഇതിങ്ങനെ ഞാൻ സമർത്ഥനാണ്, ഞാൻ വലിയ സംഭവമാണ് എന്നറിയിക്കാൻ വേണ്ടി ഇനിയും പലതും പല കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും തന്നെ പറഞ്ഞുകൊണ്ട് ഇവൻ വരും. അപ്പോൾ അത് വളർത്തി വിടാനായിട്ട് പറ്റില്ല. പിന്നെ അതെ, സ്വന്തം അമ്മയ്ക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യമില്ല. അവരൊരു മെസ്സേജ്, ഒരു കമൻറ്റ് ഇടണമെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യണമെങ്കിൽ, അവർ ഏതെങ്കിലും ഒരു കമൻറ്റിന് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ടൊരു അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു അടയാളം കൊടുക്കണമെങ്കിൽ ഒക്കെ ഇവൻ്റെ അനുവാദം വേണം. കാര്യം ഇവൻ്റെ ഈ അടിമയായിട്ട് അവർ ജീവിക്കുന്നതെന്നാണ് ഇപ്പോഴും ഇവൻ്റെ വിശ്വാസം. ഇവൻ്റെ ഒരു ചിലവിലും അല്ലാതെ ജീവിക്കുമ്പോൾ അവസ്ഥ ഇതാണെങ്കിൽ ഇവൻ്റെ കീഴിൽ ജീവിക്കേണ്ടി വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ഇത് കാണുന്നവർക്ക് മനസ്സിലാകും അല്ലേ? മുമ്പ് ഇവൻ ചെയ്തിട്ടുള്ളതും വീഡിയോ ഇട്ടിട്ടുള്ളതും പ്രതികരിച്ചിട്ടുള്ളതും കമൻറ്റ് ഇട്ടിട്ടുള്ളതും ഒക്കെ അറിയുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും എത്രത്തോളം കള്ളവാണ് പബ്ലിക്കായിട്ട് പറയുന്നത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ആരെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ അമ്മയല്ലേ അങ്ങനെ പറഞ്ഞാൽ എനിക്കൂടെയല്ലേ ബാധിക്കുന്നത്. ഇത് തന്നെയാണ് പൊതുജനം ചോദിച്ചുകൊണ്ടിരുന്നത്. നിൻ്റെ അമ്മയല്ലേടോ, തൻ്റെ അമ്മയല്ലേടോ താനിങ്ങനെ പറഞ്ഞാൽ തന്നെ ബാധിക്കില്ലെന്ന് ഇത് തന്നെയാണ് മറ്റുള്ളവർ ചോദിച്ചുകൊണ്ടിരുന്നത്. നേരെ തിരിച്ചിപ്പം സത്യവാനായിട്ട് വന്നേക്കുന്നു. ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്, ഈ കമൻറ്റിലൊക്കെ പറഞ്ഞേക്കുന്നത് ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് താനിരുന്നോ? തന്നെ പൂട്ടാനുള്ള ഈ നിസാരം ഞാൻ ഇട്ടേക്കുന്ന ഈ കമൻറ്റുകൾ മാത്രം മതിയാവും. മനസ്സിലായില്ലേ? ഒരാളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ അയാളുടെ പെർമിഷൻ ഇല്ലാതെ, വിതൗട്ട് ദെയർ പെർമിഷൻ നീ പബ്ലിക് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതിയാകും നിന്നെ പൂട്ടാനായിട്ടുള്ള വഴികൾ. അവരുടെയൊക്കെ ജീവിതത്തിൽ എത്ര കിള്ളിക്കീറി നോക്കിയിട്ടാണ് അവരുടെയൊക്കെ ജീവിതത്തെ പറ്റിയിട്ട്. ഇപ്പോൾ ഈ പറയുന്ന അമ്മാവൻ്റെയൊക്കെ കാര്യമാണെങ്കിലും ആ ഒരു നിൻ്റെ കമൻറ്റിന് ശേഷമാണ് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് അവരുടെ വീഡിയോയിൽ വന്നിട്ടുള്ളത്.
നീ പറയുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചിട്ട് നിന്റെ പേഴ്സണൽ ലൈഫ് കിള്ളിക്കീറി ഈ പറയുന്ന അമ്മാവനോ പെങ്ങളോ അമ്മയോ ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ? നീ ആരെയും ചീത്ത വിളിക്കാത്തതും തെറി വിളിക്കാത്തതും ബാഡ് വേർഡ് ഉപയോഗിക്കാത്തതുമായ ഒരുത്തനാണോ? ആണെന്നുള്ളത് തെളിയുന്നുണ്ട്. വല്ലാതെ നിൻ്റെ വൈഫിനെ പറ്റി പറയുമ്പം നിനക്ക് ആകെപ്പാടെ നിങ്ങൾ പറയുമ്പം നീ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന നീ ഭയങ്കര നിൻ്റെ ആ ഭാവം കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഗതിയില്ലാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ നീ അങ്ങ് മറ്റേ ഏതാണ്ട് ചില ആളുകൾ പൂരപ്പാട്ട് പാടുക എന്ന് പറയില്ല, തെറിപ്പാട്ട് പാടുക എന്ന് പറയില്ല, അങ്ങനെ പാടി വിടുമെന്ന് നല്ലപോലെ അറിയാം. അപ്പോൾ ഇതൊന്നും വേറെ ആർക്കും അറിയാഞ്ഞിട്ടും തെളിവുകളില്ലാഞ്ഞിട്ടും അല്ല, അവരൊക്കെ മാന്യരായതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ്. എന്നിട്ട് ഒരു വീട്ടിൽ നൂഴ്ന്ന് കയറിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ തെളിവുകളെല്ലാം വെച്ചിട്ട് നീ പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് നിനക്കിങ്ങനെ മെസ്സേജ് ഇടാം അല്ലേ? എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ ഭയങ്കര സമർത്ഥനായിട്ട്. എങ്ങനെയാണൊപ്പം എനിക്കിങ്ങനെ കള്ളം പറയാനായിട്ട് തോന്നുന്നത്? അപ്പം ഇതെങ്കിലും ഇവിടെ തെളിവായിട്ട് കിടക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനി ഒരുപാട് തേടിപ്പോകാനായിട്ട് പെട്ടെന്ന് കിട്ടിയ ഒരു സമയത്തിൽ കിട്ടിയ മെസ്സേജ് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്, കിട്ടിയ കമൻറ്റ് വെച്ചിട്ട് ചെയ്തതാണ്. ഇനിയും ബാക്കി ഞാനിടാം. തോറ്റു ഓടിപ്പോകാനും ഞാൻ ഒരിക്കലും തയ്യാറല്ല. കാര്യം നീ ഇങ്ങനെ ഞാനിപ്പോൾ തോറ്റുപോയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് എനിക്കറിയാം. നീ അടങ്ങി നിൻ്റെ കാര്യം നോക്കി നീ പോകും, അപ്പം ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് ഞാനും പോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്